നമസ്കാരം. ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർമാരുമായി അടുത്ത ബന്ധമുള്ള ഇസ്രായേൽ ചാരനെ ലെബനീസ് അധികൃതർ ബെയ്റൂട്ടിൽ അറസ്റ്റ് ചെയ്തു. ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുകയും ഹിസ്ബുള്ളയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ വധത്തിലേക്ക് നയിച്ച കൃത്യമായ വിവരങ്ങൾ ചോർത്തി നൽകുകയും ചെയ്തതിനാണ് ഇയാളെ പിടികൂടിയതെന്ന് ലെബനീസ് സുരക്ഷാ വിഭാഗത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ AFPയോട് വെളിപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചയാണ് ലെബനൻ സുരക്ഷാ സേന അതീവ രഹസ്യമായി ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഹിസ്ബുള്ളയുടെ സുരക്ഷാ വിഭാഗത്തിലെ അതിപ്രധാനികളായ 4 കമാൻഡർമാരുടെ വധത്തിന് പിന്നിൽ ഇയാൾ നൽകിയ വിവരങ്ങളാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ സ്വാധീനമുള്ള തെക്കൻ ലെബനൻ സ്വദേശിയാണ് അറസ്റ്റിലായ പ്രതി. ഇയാളുടെ ഭാര്യ ഇറാഖ് സ്വദേശിനിയാണ്. ലെബനൻ വിട്ട് ഇറാഖിലേക്ക് കടക്കാൻ ബെയ്റൂട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് സുരക്ഷാ വിഭാഗം ഇയാളെ നാടകീയമായി വലയിലാക്കിയത്. ഇറാഖിലേക്ക് പതിവായി യാത്ര ചെയ്തിരുന്ന ഇയാൾ അവിടെ നിന്ന് തുർക്കിയിലേക്ക് പോവുകയും ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഉദ്യോഗസ്ഥരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നതായി സുരക്ഷാ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ബെയ്റൂട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ഇയാൾ തുർക്കിയിൽ വെച്ച് മൊസാദ് പ്രതിനിധികൾക്ക് കൈമാറിയിരുന്നത്. ബെയ്റൂട്ടിൽ നിന്ന് താൻ ശേഖരിക്കുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളും ആക്രമിക്കേണ്ട ലക്ഷ്യങ്ങളുടെ വിശദാംശങ്ങളും തുർക്കിയിൽ വെച്ചാണ് മൊസാദിന് കൈമാറിയിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രസിദ്ധമായ അൽ ഖലീഫ ഗോത്രത്തിൽപ്പെട്ടയാളാണ് പിടിയിലായ ചാരനെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഗോത്രത്തിലെ ചില പ്രമുഖർ മുൻകാലങ്ങളിലും സായുധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളവരാണ്. സുരക്ഷാ കാരണങ്ങളാൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളുടെ പേര് വിവരങ്ങളോ അവർ വധിക്കപ്പെട്ട തീയതിയോ വെളിപ്പെടുത്താൻ ലെബനീസ് അധികൃതർ തയ്യാറായിട്ടില്ല. ഹിസ്ബുള്ളയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായ 4 പ്രമുഖ സുരക്ഷാ തലവന്മാരുടെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇയാൾ നൽകിയ കൃത്യമായ രഹസ്യ വിവരങ്ങളാണെന്നാണ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. 2024 ഓഗസ്റ്റിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുഗർ, തൊട്ടടുത്ത മാസം സെപ്റ്റംബറിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ ഡിവിഷൻ മേധാവി ഇബ്രാഹിം മഖിൽ എന്നിവരെ ഇസ്രായേലിൽ കൃത്യമായി ലക്ഷ്യമിടാൻ സഹായിച്ചത് ഈ ചാരന്റെ നീക്കങ്ങളായിരുന്നു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ഹിസ്ബുള്ള പ്രത്യാക്രമണം ആരംഭിച്ചത് മുതൽ നിരവധി മുതിർന്ന നേതാക്കളാണ് ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. തുടർന്ന് ലെബനനെ കൂടി ഉൾപ്പെടുത്തി യുദ്ധം കൂടുതൽ വ്യാപകമായി. 2024 സെപ്റ്റംബറിൽ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ പ്രധാന ആസ്ഥാനത്തിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ ഗ്രൂപ്പ് തലവൻ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതും ഇതിന്റെ ഭാഗമായിരുന്നു. ഹിസ്ബുള്ളയുടെ സുരക്ഷാ കോട്ടയ്ക്കുള്ളിലേക്ക് മൊസാദ് എത്രത്തോളം ആഴത്തിൽ നുഴഞ്ഞു കയറി എന്നതിന്റെ തെളിവാണ് ഈ അറസ്റ്റിലൂടെ പുറത്തു വരുന്നതും. പിടിയിലായ ചാരനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് ലെബനീസ് അധികൃതർ. പതിറ്റാണ്ടുകളായി ഇസ്രായേലുമായി ഔദ്യോഗികമായി യുദ്ധത്തിൽ തുടരുന്ന രാജ്യമാണ് ലെബനൻ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനായി ചാരപ്രവർത്തനം നടത്തുന്ന നിരവധി പേരെയാണ് ലെബനീസ് സുരക്ഷാ സേന പലപ്പോഴായി പിടികൂടിയിട്ടുള്ളത്. 2019 ലെബനൻ നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മുതലെടുത്താണ് ഇസ്രായേലി ഏജൻസികൾ വലിയ തോതിൽ പ്രാദേശിക ചാരന്മാരെ റിക്രൂട്ട് ചെയ്തത്. ഓൺലൈൻ വഴിയാണ് ഇവരിൽ ഭൂരിഭാഗവും പേരെയും ചാരസംഘടനകൾ വലയിലാക്കിയത്. മുൻപ് നടന്ന സംഘർഷങ്ങളിലും ഇസ്രായേലിന് വിവരങ്ങൾ കൈമാറിയതിന് 30ഓളം പേരെ ലെബനൻ സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു. ലെബനനിലെ നിലവിലെ നിയമപ്രകാരം ഇസ്രായേലുമായി സഹകരിക്കുകയോ ചാരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നവർക്ക് കഠിനമായ ശിക്ഷയാണ് ലഭിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റത്തിന് ഇത്തരക്കാർക്ക് 25 വർഷം വരെ കഠിന തടവ് ശിക്ഷ വിധിക്കാൻ ലെബനീസ് കോടതികൾക്ക് അധികാരമുണ്ട്. നിലവിൽ പിടിയിലായ ഉയർന്ന തലത്തിലുള്ള ഏജന്റിനെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു.